ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൊറർ സിനിമകളിലും അതുപോലെ തന്നെ അമാനുഷിക ശക്തിയുള്ള പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഡോറുകളൊക്കെ തനിയെ തുറന്നു പോകുന്നത്, ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നത്, അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹീറോ നടന്നു വരുന്ന സമയത്തേക്ക് ഡോറുകൾ തന്നെ തുറന്നു പോകുന്നു, ഗേറ്റുകൾ തന്നെ തുറന്നു പോകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. ആക്ഷൻ. ഇങ്ങനെയാണ് ഈ താഴെ പൊട്ടി വീണത്. റെഡി, ആക്ഷൻ. സ്മോക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫീൽ ആയിരിക്കും. ആദ്യം നമ്മൾ ഈ ലോക്ക് പൊട്ടി മാറുന്നതായിട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ട് കാണില്ലേ? നിങ്ങൾ നോർമലി ചിന്തിച്ചാണ് ഇത് എങ്ങനെയാണ് പൊട്ടി മാറിയത് അല്ലേ? അത് പൊട്ടി മാറിയതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ഈ താഴെ ഇതേപോലെ തന്നെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചെറുതായിട്ട് താത്തു വെച്ചു. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് കാണിക്കാൻ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പീസ് കെട്ടുകമ്പിയുടെ പീസ് ഇങ്ങനെ ഇട്ടു, അതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കാണത്തില്ല കെട്ടുകമ്പി ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ കണ്ടോ. ഇനി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിക്കുന്ന ടൈമിലേക്ക് ഇങ്ങനെയാണ് ഈ താഴെ പൊട്ടി വീണത്. ശരിക്കും നമ്മൾ ഇത്തരത്തിൽ ഈ ഗേറ്റുകൾ, ഡോറുകൾ ഇങ്ങനെയൊക്കെ തുറക്കുന്നത് ശരിക്കും ഹൊറർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഹൊറർ ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഈ എപ്പിസോഡ്. മറ്റൊന്നുമല്ലതാ അവിടെ അരുൺ ഇതാ കെട്ടുകമ്പിയുമായിട്ടിരിപ്പുണ്ട് കണ്ട. കെട്ടുകമ്പി ഇങ്ങനെ വലിക്കുന്നത് അരുണാണ് ഈ ഡോർ വലിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുട്ടു ഇതോ കണ്ട, അവൻ അവിടെ എന്നിട്ടും വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹൈഡ് ചെയ്തിട്ടാണ് നമ്മളിത് തുറന്നിരിക്കുന്നത്. അപ്പോൾ ഈ തുറക്കുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് കരിയില, അതുപോലെ പ്രൊപ്പലർ, ഇങ്ങനെയൊക്കെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ കുറച്ച് കരിയിലൊക്കെ ഇട്ടിട്ട് പ്രൊപ്പലറൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫീലായിരിക്കും. നമുക്കിത് ഹൊറർ മൂഡിൽ ഇത് ഭയങ്കരമായിട്ടൊരു മ്യൂസിക് ആംബിയൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ട ആ മ്യൂസിക് പോലെ തന്നെ മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു ഹൊറർ ഫീൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്മോക്ക് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫീലായിരിക്കും. പക്ഷേ ഈ ഡോറ് തുറന്നു പോകുന്നത് ഈ ഗ്രാഫിക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നതല്ല. ഇത്തരത്തിൽ കെട്ടുകമ്പി വെച്ചിട്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വലിക്കുന്നതാണ് ചെയ്യുന്നത്. കാണിച്ചു. റെഡി, ആക്ഷൻ. ആക്ഷൻ. അപ്പൊ ഇവര് ഇത് വലിച്ചോ ഇവര് വലിച്ചിട്ട് നിങ്ങൾക്ക് കെട്ടുകമ്പി കാണാൻ കഴിയുന്നുണ്ടോ? അതാണ് കെട്ടുകമ്പി. നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഗ്രാഫിക്സിന്റെ സഹായത്താൽ കെട്ടുകമ്പി കെട്ടി നമുക്ക് ഫ്രെയിമിൽ വലിച്ചു കഴിഞ്ഞാൽ അറിയത്തേയില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇവർ രണ്ടുപേരും കൂടെയാണ് ഈ ഗേറ്റ് തുറന്നത്. ഒന്നേ പ്രിയപ്പെട്ട അരുണ്, അതുപോലെ തന്നെ കുട്ടു. അപ്പോൾ കുട്ടു, അതായത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കുട്ടുവിന്റെ ഒരു ട്രൂപ്പുണ്ട്. ഏകദേശം ഒരു 10 എത്ര കലാകാരന്മാരുണ്ട്? 40 കലാകാരന്മാരുള്ള ഒരു വലിയൊരു ട്രൂപ്പൊക്കെ ഉണ്ട്. എ ഡി കെ തമ്പോലോ എന്നാണ് അതിന്റെ പേര്. അപ്പോ അരുണ്, അതേപോലെ തന്നെ അരുണ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ വർക്കാണ്. കൺസ്ട്രക്ഷൻ വർക്കാണ്. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ കോമ്പാറ, എന്താണ് ഈ സ്ഥലത്തിന്, കുന്നത്തേരിയിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഈ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത് ഒരു ഗേറ്റ് തുറക്കുന്നത് മാത്രമാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൊറർ ഫീൽ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഒരാൾ കടന്നു വരുന്ന സമയത്തേക്ക് റൂമുകളുടെ വാതിലുകൾ, ജനലുകൾ ഇതൊക്കെ ഇങ്ങനെ തുറക്കുന്നു, അടയ്ക്കുന്നു. ഇതൊക്കെ രണ്ടുപേർ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം കെട്ടുകമ്പി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ബ്ലാക്ക് ഷെയ്ഡുള്ള കെട്ടുകമ്പി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഈ എന്താ പറയുക, ഗ്രാഫിക്സിന്റെ ഒന്നും സഹായം വേണ്ടി വരില്ല. നമുക്കത് റിമൂവ് ആയി പൊക്കോളും. കാരണം അറിയില്ല, അത് ക്യാമറയിൽ ഒരു കാരണവശാലും അറിയില്ല. കെട്ടുകമ്പി മാത്രം ഉപയോഗിച്ചാൽ മതി. കെട്ടുകമ്പി ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ഷൂട്ട്. അതിപ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ അവരിങ്ങനെ നടന്നു വരുമ്പോൾ ഈ കസേര ഇങ്ങനെ ആടുന്നുണ്ട്. ഇതെല്ലാം കെട്ടുകമ്പി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഈ കസേര ഇങ്ങനെ ആടുന്നത്, പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് ഇരിക്കുമ്പോൾ ഈ എന്താ പറയുക, ഈ ജനലുകൾ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ അടയുന്നു, ശക്തിയായിട്ട് അടയുന്നു. ഇതൊക്കെ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കെട്ടുകമ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. റിമൂവ് ചെയ്യാൻ എളുപ്പം എന്നല്ല, കെട്ടുകമ്പി നമുക്ക് കാണില്ല എന്നുള്ളത്.
ഇപ്പം കുറച്ച് മുന്നേ ഉള്ള എപ്പിസോഡിൽ നമ്മൾ വള്ളം തുഴഞ്ഞു വരുമ്പോൾ ഉപയോഗിക്കുന്നത് കയറാണ് ഉപയോഗിച്ചത്. അതും കെട്ടുകമ്പി ഉപയോഗിച്ചാൽ മതി. അത് ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 6-ാം തമ്പുരാൻ സിനിമയിൽ അതായത് ലാലേട്ടനാണെങ്കിൽ ഒരു സദസ്സിൽ, അതായത് വരിക്കാശ്ശേരി മനയിൽ ഇരിക്കുന്ന സമയത്തേക്ക് ഭീമൻ രവിചേട്ടനൊക്കെ വരുന്ന സമയത്തേക്ക് ഈ ലാലേട്ടൻ എഴുന്നേക്കുന്ന ഒരു മാസ് സീക്വൻസ് ഉണ്ട്. അതായത് കസേര പുറകിലേക്ക് ചവിട്ടി മാറ്റുമ്പോൾ കസേര ഇങ്ങനെ നിരങ്ങി മാറുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കെട്ടുകമ്പി ഉപയോഗിച്ച് വലിക്കുന്നതാണ് ആ സീക്വൻസ് ഒക്കെ. അപ്പോൾ ലാലേട്ടൻ കാലുകൊണ്ട് പുറകിട്ട് ചവിട്ടുന്ന സമയത്തേക്ക് ആ കസേര ബാക്കിലേക്ക് വരുന്നത് ശരിക്കും കെട്ടുകമ്പി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സീക്വൻസുകളെല്ലാം നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ കെട്ടുകമ്പി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സമയത്തേക്ക് നിങ്ങൾക്ക് പലർക്കും തോന്നിയത് എന്തോന്നാണ്, ഇതൊക്കെയാണോ എപ്പിസോഡ് എന്ന് തോന്നാം. പക്ഷേ ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഇത് ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന്മാർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന എപ്പിസോഡാണ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമാക്കാർക്കൊന്നും വേണ്ടി ചെയ്യുന്നതല്ല. സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടി ചെയ്യുന്ന എപ്പിസോഡുകളാണ് നമ്മുടെ ഓരോ എപ്പിസോഡും. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ.